ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ക്വിഡ് ഗെയിം എന്ന സീരീസിന്റെ 8ഉം 9ഉം എപ്പിസോഡുമായിട്ടാണ്. ഇതാണ് ഫൈനൽ പാർട്ട്. ഇതോടുകൂടി ഈ സീരീസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെ ഇതുവരെയുള്ള ഗെയിമുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പ്ലേയേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ചന്തുവും സേതുവും ഭാനുവും മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. ഈ 3 പേരിൽ ആര് ജയിക്കും? ആരായിരിക്കും പണവും കൊണ്ട് പുറത്തേക്ക് പോകാൻ പോകുന്നത്? നമ്മുടെ ഡിറ്റക്റ്റീവ് തന്റെ ബ്രദറിനെ കണ്ടുപിടിച്ചോ? ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് കഥ തുടർന്ന് കാണാം. ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യൻ ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ഒരു ദ്വീപിലേക്ക് എത്തുന്നു. പക്ഷെ പിന്നാലെ തന്നെ ബോസും ആ ദ്വീപിലേക്ക് എത്തുന്നു. ആ ഡിറ്റക്റ്റീവിനെ ജീവനോടെ തന്നെ പിടിച്ചുകൊണ്ടുവരണമെന്ന് ബോസ് സെക്യൂരിറ്റീസിനോട് ഓർഡർ ചെയ്യുന്നു. ആര്യനാവട്ടെ ഇവരൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത് കണ്ട് തന്റെ സെൽഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫോണിൽ നെറ്റ്വർക്കേ ഇല്ല. ഒരുപാട് നേരം ശ്രമിച്ചപ്പോഴേക്കും നെറ്റ്വർക്ക് കാണിച്ചു തുടങ്ങി. ഉടനെ തന്നെ ആര്യൻ തന്റെ പോലീസ് ഹെഡിനെ വിളിച്ചിട്ട് തനിക്ക് ബാക്കപ്പ് വേണമെന്ന് പറയുന്നു. പക്ഷെ അയാളാവട്ടെ എനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന മറുപടി മാത്രമാണ് പറയുന്നത്. നെറ്റ്വർക്ക് വളരെ വീക്കായതുകൊണ്ട് അയാൾക്ക് ഒന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, എന്താണ് ഒന്നും വിളിക്കുക പോലും ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരോ ചോദ്യങ്ങൾ ഡിറ്റക്റ്റീവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവായിട്ട് ഞാൻ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് വേഗം ബാക്കപ്പ് അയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അയാളുടെ ചെവിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്ത് അയാൾക്ക് കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ട് ഈ പിക്ചേഴ്സ് കണ്ട ഉടനെ തന്നെ എനിക്ക് ബാക്കപ്പ് അയക്കണമെന്നും പറഞ്ഞ് MMS സെൻഡ് ചെയ്തിട്ട് അയാൾ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. എവിടെയെങ്കിലും റേഞ്ച് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് ആ മെസ്സേജ് എളുപ്പത്തിൽ സെൻഡ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ഓടുന്നത്. പക്ഷെ പിന്നാലെ തന്നെ ബോസും സെക്യൂരിറ്റീസും വരുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് പ്ലെയർ ഹാൾ കാണിക്കുന്നു. അവിടെ നമ്മുടെ സേതു ചന്തുവിനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് ഗ്ലാസ് വർക്കറെ തള്ളി താഴെയിട്ടത്? ഒരിക്കലും നീ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചന്തു പറയും അയാൾക്ക് ആ ഗ്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അയാളുടെ അവസരം വരുന്നത് വരെ അയാൾ അത് ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല. അയാളും സ്വാർത്ഥം തന്നെയാണ്. മാത്രമല്ല അയാളെ നോക്കിക്കൊണ്ട് നിന്നിരുന്നെങ്കിൽ നമ്മളെല്ലാം മരിച്ചേനെ. അതിന് നീ എന്നോട് നന്ദിയാണ് പറയേണ്ടത് എന്ന് ചന്തു അവനോടും തിരിച്ചു പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ആ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനെ നീ ന്യായീകരിക്കാൻ നോക്കരുത് എന്നും പറഞ്ഞ് സേതു അവനോട് വഴക്കിടുന്നു. അപ്പോൾ ചന്തു പറയും ഇതുപോലെ ഈ ഒരു അവസരത്തിൽ പോലും നീ ഇത്രമാത്രം സംശയിക്കുന്നു, ഇത്രമാത്രം ചോദ്യം ചെയ്യുന്നു, ഇതുകൊണ്ട് തന്നെയാണ് നിന്റെയൊക്കെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, നീ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ചന്തു അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ സേതു പറയും അതെ 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 ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. എൻ്റെ കോളേജിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചത്. അയാൾ റാങ്ക് ഹോൾഡർ ആയിരുന്നു. എന്നിട്ടും അയാളിപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ വിടുന്നത് പോലെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് സേതു ചന്തുവിനെ കളിയാക്കുന്നു. അപ്പോഴേക്കും ആ സെക്യൂരിറ്റീസ് എല്ലാം ഉള്ളിലേക്ക് വരുന്നു. നിങ്ങൾ 3 പേരും ഫൈനൽ ഗെയിം വരെ എത്തിയതിന് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കാത്തിരിപ്പുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചാലും എന്ന് പറഞ്ഞ് അവർക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഭാനുവിന്റെ വയറിൽ വളരെ ആഴത്തിൽ ഒരു മുറിവുണ്ടായിരിക്കുന്നത് കാണാൻ സാധിക്കുക. നേരത്തെ ആ ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ച സമയത്ത് ഒരു വലിയ കുപ്പിച്ചില് അവളുടെ വയറ് തുളച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. പക്ഷെ അവളത് ഒരാളോടും പറഞ്ഞില്ല. കാരണം അവൾ വീക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെ എലിമിനേറ്റ് ചെയ്താലോ എന്ന പേടിയാണ് അവൾ അത് പുറത്തു പറയാതിരിക്കാൻ കാരണം. വസ്ത്രമൊക്കെ മാറ്റി വന്ന അവർക്ക് വേണ്ടിയിട്ട് സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി വെച്ചിരുന്നു. ഭക്ഷണം കണ്ട ഉടനെ തന്നെ യാതൊരു മടിയും കൂടാതെ ചന്തു കഴിച്ചു തുടങ്ങുന്നു. അത് കണ്ടപ്പോൾ സേതുവും കഴിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഭാനുവിന് അധികമൊന്നും കഴിക്കാൻ സാധിച്ചില്ല. അവൾക്ക് ഇപ്പോഴും ആ മുറിവിന്റെ വേദന വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം ക്ഷീണിതയുമായിരുന്നു. അവരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലം നന്നായി ക്ലീൻ ചെയ്യുന്നു. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നു. പക്ഷെ ഓരോ കത്തി വീതം അവർക്ക് ഓരോരുത്തർക്കും നൽകുന്നു. അതോടെ അവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമാകുന്നു. അവസാനത്തെ ഗെയിമിലേക്ക് 2 പേർക്ക് മാത്രമാണ് പോകാൻ സാധിക്കുക. ഇന്ന് രാത്രി ആർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഡിറ്റക്റ്റീവിനെ വീണ്ടും കാണിക്കുന്നു. വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിറ്റക്റ്റീവ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവൻ ആ MMS അയക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതൊന്നും സെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. അയാൾ ഒരുപാട് ദൂരം ഓടി. പക്ഷെ അവസാനം മുന്നിലേക്ക് വഴിയില്ലാതെയായി. വലിയൊരു കടലാണ് മുന്നിൽ. ഇനി എങ്ങോട്ടേക്കും പോകാനില്ല. അങ്ങനെ ബോസും സെക്യൂരിറ്റീസും ഒക്കെ അവനെ വളഞ്ഞു. അവൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവർക്ക് നേരെ ചൂണ്ടി ഞാൻ പോലീസാണ്, എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും എന്ന് ഉറക്കെ പറയുന്നു. അപ്പോ ബോസ് അവനോട് പറയും കൊറിയൻ പോലീസിന്റെ ഗണ്ണിൽ ആകെ 3 ബുള്ളറ്റേ ഉണ്ടാവുള്ളൂ. മറ്റ് 2 ബുള്ളറ്റുകൾ അവർ കൊടുക്കാറില്ല. അതിൽ ഒരു ബുള്ളറ്റ് നീ ഓൾറെഡി ആ സെക്യൂരിറ്റിയെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. മറ്റൊരു ബുള്ളറ്റ് ആ ലോക്കർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയും നീ ഉപയോഗിച്ചു. ഇനി അതിൽ ബാക്കിയുള്ളത് ഒരേ ഒരു ബുള്ളറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരെ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നും പറഞ്ഞ് ബോസ് അവനെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് മതി എന്ന് ആര്യൻ അവനോട് പറയുന്നു. കൂടുതൽ കസരത്ത് കാണിക്കാതെ നീ നിന്റെ മൊബൈൽ എനിക്കിതാ, നിന്നെ ജീവനോടെ വിട്ടേക്കാം എന്ന് ബോസ് അവനോട് പറയുന്നു. ഡിറ്റക്റ്റീവ് ഒരുപാട് തവണ പറഞ്ഞു മുന്നിലേക്ക് വരരുത് എന്ന്. പക്ഷെ അവൻ കേൾക്കുന്നൊന്നുമില്ല. ഡിറ്റക്റ്റീവിന്റെ അടുത്ത്
അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോസ്. ഡിറ്റക്റ്റീവിന് മറ്റൊരു വഴിയുമില്ലാതെ ബോസിന്റെ ഷോൾഡറിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റീസ് എല്ലാം ഡിറ്റക്റ്റീവിനെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അപ്പോ ബോസ് അവരെ എല്ലാം തടയുന്നു. എന്നിട്ട് ആര്യനോട് പറയും, അവസാനമായിട്ട് നിനക്ക് ജീവിക്കാൻ ഒരവസരം തരികയാണ്, നിന്റെ ഫോൺ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചതാ. ബോസിന്റെ ശബ്ദം കേട്ടതോടെ ഡിറ്റക്റ്റീവിന് ഒരു സംശയം തോന്നുന്നു. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതാണല്ലോ എന്നും പറഞ്ഞ് അവൻ ഗണ്ണ് താഴേക്കിട്ടിട്ട് നീ ആരാണെന്ന് ബോസിനോട് ചോദിക്കുന്നു. ബോസ് അവന്റെ മുഖംമൂടി പതിയെ അഴിച്ചു മാറ്റുന്നു. ഡിറ്റക്റ്റീവ് ഞെട്ടിത്തരിച്ചുപോയി. താൻ ഇത്രയും കാലം അന്വേഷിച്ചു വന്ന തന്റെ ബ്രദർ ദേ നിൽക്കുന്നു മുന്നിൽ, ഈ ഗെയിമൊക്കെ നടത്തുന്ന ബോസ് ആയിട്ട്. അതിനുശേഷം ബോസ് ആര്യനോട് പറയും, നീയും ഞങ്ങളോടൊപ്പം വരുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടത്തോടെ അവസാനിക്കും. പക്ഷെ ഡിറ്റക്റ്റീവ് ആവട്ടെ ഉത്തരമൊന്നും പറയാൻ കഴിയാതെ തന്റെ ബ്രദറാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അറിഞ്ഞ ഷോക്കിൽ നിൽക്കുകയാണ്. ബോസ് ആര്യനെ ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നു. പക്ഷെ ആര്യൻ അവന്റെ കൂടെ പോവാൻ തയ്യാറാവുന്നതേയില്ല. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആര്യൻ ബോസിനോട് ചോദിക്കുന്നു. വേറൊരു വഴിയുമില്ലാതെ ബോസ് ആര്യനെ വെടിവെക്കുന്നു. അടിതെറ്റിയ ആര്യൻ താഴെ കടലിലേക്ക് വീഴുന്നു. തന്റെ സഹോദരനെ താൻ തന്നെ കൊന്നല്ലോ എന്നുള്ള ഒരു വിഷമത്തോടെ കുറച്ചുനേരം ആ കടലിലേക്ക് നോക്കി നിന്നിട്ട് ബോസ് ആ മുഖംമൂടി വീണ്ടും എടുത്തണിഞ്ഞ് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ആ പ്ലെയർ ഹാളിൽ 3 പേരും ആ കത്തിയും പിടിച്ച് 3 കോർണറുകളിലായിട്ട് ഇരിക്കുകയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല. പാവം ബാനു ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്നു. ആ സമയത്ത് നമ്മുടെ സേതു കത്തിയും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ പേടിച്ച് എഴുന്നേറ്റ് കത്തി സേതുവിനെ നേരെ ചൂണ്ടുന്നു. അപ്പോൾ സേതു അവളോട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നിന്നെ ചെയ്യാനുമല്ല വന്നത്. ഈ കത്തി ഞാൻ എടുത്തത് എനിക്ക് ചന്തുവിനെ പേടിയുള്ളത് കൊണ്ടാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമാവാം, അവനെ തീർത്തിട്ട് ഈ പണം മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും വീതിച്ചെടുക്കാം എന്ന് സേതു ബാനുവിനോട് പറയുന്നു. ശേഷം എന്തുകൊണ്ടാണ് നീ ഇന്ന് ഭക്ഷണം ശരിക്കും കഴിക്കാഞ്ഞത് എന്ന് സേതു അവളോട് ചോദിക്കുന്നു. എന്തേ, എനിക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ബാനു സേതുവിനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതിനുശേഷം ബാനു, ഈ പണമൊക്കെ കിട്ടി നിങ്ങളാണ് വെളിയിലേക്ക് പോകുന്നതെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സേതുവിനോട് ചോദിക്കുന്നു. ഇവിടെ നിന്ന് വെളിയിൽ പോകാൻ സാധിച്ചാൽ എന്റെ കടങ്ങളെല്ലാം ആദ്യം തീർക്കും. അതിനുശേഷം എന്റെ അമ്മയ്ക്ക് മാർക്കറ്റിൽ സ്വന്തമായ ഒരു കട ഇട്ടുകൊടുക്കും. അതുമാത്രമല്ല എന്റെ മകൾക്ക് ഞാൻ ഇതുവരെ നല്ലൊരു അച്ഛനായിരുന്നില്ല. ഇവിടെ നിന്ന് വെളിയിൽ പോകാൻ സാധിച്ചാൽ തീർച്ചയായും ഇനി മുതൽ ഞാൻ അവളെ നന്നായി നോക്കും എന്ന് സേതു പറയുന്നു. നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി എന്ന് ബാനു ചോദിക്കുന്നു. 10 വയസ്സാവാൻ പോവുകയാണ് എന്ന് സേതു മറുപടി പറയുന്നു. എന്റെ അനിയനും 10 വയസ്സാണ് എന്ന് ബാനു പറയുന്നു. നിന്റെ അനിയൻ ഇപ്പോ എവിടെയാണ് എന്ന് സേതു ചോദിക്കുന്നു. അവനിപ്പോ ഒരു ചിൽഡ്രൻസ് ഹോമിലാണുള്ളത്. ഇവിടെ നിന്ന് വെളിയിൽ പോകാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കണം, എന്നിട്ട് എന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്ന് സുഖമായി ജീവിക്കണം എന്ന് ബാനു പറയുന്നു. അതിന് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയിൽ വളരെ കുറച്ച് ചെലവാക്കിയാൽ തന്നെ ഇതൊക്കെ നടക്കുമല്ലോ, ബാക്കിക്ക് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് സേതു അവളോട് ചോദിക്കുന്നു. അപ്പൊ ബാനു അവനോട് പറയും, എനിക്കൊരു സത്യം ചെയ്തു തരാമോ? ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് നമ്മളിൽ ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ ഫാമിലിയെ നോക്കണം. അതുമാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിക്കുകയാണെങ്കിൽ എന്റെ അനിയനെ നിങ്ങൾ നോക്കണം എന്ന് ബാനു സേതുവിനോട് സത്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകും എന്ന് സേതു അവളോട് പറയുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്തു ചെറുതായിട്ട് ഉറങ്ങുന്നു. അത് കണ്ട സേതു അവന്റെ കത്തിയും എടുത്തിട്ട് ചന്തുവിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ബാനു അവനോട് പറയും, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനല്ല, നിങ്ങൾ അയാളെ പോലെയല്ല, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യല്ലേ എന്ന് ബാനു പറയുന്നു. ബാനുവിന്റെ ശബ്ദത്തിലെ ഇടർച്ച കേട്ട് സേതു തിരിഞ്ഞു നോക്കുമ്പോൾ ബാനു ടയേർഡായി മയങ്ങി വീഴുന്നു. സേതു ഓടിപ്പോയി അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ വയറിൽ ആ മുറിവുണ്ടായിരിക്കുന്നത് അവൻ കാണുന്നത്. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഇതെപ്പോഴാണ് ഈ മുറിഞ്ഞത് എന്ന് സേതു അവളോട് ചോദിക്കുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നല്ലാതെ അവളെ കൊണ്ട് മറ്റൊരു വാക്കും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ബ്ലഡ് അവൾക്ക് ലോസ് ആയിരിക്കുന്നു. അതോടെ അവൾ അബോധാവസ്ഥയിലാവുന്നു. സേതുവിനാട്ടെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. സേതു ഓടിപ്പോയി ആ ഹാളിന്റെ വാതിലിൽ തട്ടി ആരെങ്കിലും സഹായത്തിന് വിളിക്കുന്നു. ആരെങ്കിലും ഓടി വരണേ, ഇവിടെ സഹായം വേണം, സഹായം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒച്ചത്തിൽ തട്ടി എല്ലാരെയും വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴേക്കും ആ സെക്യൂരിറ്റീസ് എല്ലാം ഒരു ശവപ്പെട്ടിയും എടുത്ത് ആ ഹാളിലേക്ക് വരികയാണ്. പേടിച്ചു വരച്ച സേതു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചന്തു നമ്മുടെ ബാനുവിന്റെ കഴുത്തറത്ത് കൊന്നിരിക്കുന്നു. പതറിപ്പോയ സേതു ഓടി ബാനുവിന്റെ അടുത്ത് ചെന്നിട്ട് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ അപ്പോഴേക്കും മരിച്ചിരുന്നു. ദേഷ്യം കൊണ്ട് വരച്ച സേതു എന്തിനാണ് അവളെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ചന്തുവിനെ ആക്രമിക്കാൻ പോകുന്നു. പക്ഷെ സെക്യൂരിറ്റീസ് ആവട്ടെ സേതുവിനെ അടിച്ച് താഴെയിടുന്നു. സത്യം പറഞ്ഞ അവരുടെ പ്ലാനും അതുതന്നെയായിരുന്നു. അവസാനത്തെ ഗെയിമിലേക്ക് 2 പേര് മാത്രമാണ് ക്വാളിഫൈ ആകുന്നത്. ഒരാളെ മറ്റൊരാൾ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരാ കത്തി അവിടെ വെച്ച് പോയതും. അടുത്ത ഷോട്ടിൽ മിസ്റ്റർ ബോസിനെ കാണിക്കുന്നു. അവൻ ശരീരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ട പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന് തന്റെ ബ്രദറിന്റെ മുഖമാണ് കാണുന്നത്. എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആര്യൻ അവനോട് ചോദിക്കുന്നത് പോലെ ബോസിന് തോന്നുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം ഫൈനൽ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. സേതുവിനെയും ചന്തുവിനെയും നിർത്തി അവർ കോയിൻ ടോസ് ചെയ്യുന്നു. കോയിനിന്റെ ഒരു വശത്ത് ട്രയാങ്കിളും മറുവശത്ത് റെക്ടാങ്കിളുമാണുള്ളത്. സേതു ട്രയാങ്കിൾ സെലക്ട് ചെയ്യുന്നു. അത് തന്നെയാണ് വരുന്നതും. അതുകൊണ്ട് സേതുവിനോട് ഈ ഗെയിമിൽ നിങ്ങൾ ഒഫൻസ് ആണോ ഡിഫൻസ് ആണോ എന്ന് ചോദിക്കുന്നു. അത് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും സെക്യൂരിറ്റീസ് അവനോട് പറയുന്നു. സേതു,
ഞാൻ ഒഫൻസായിട്ട് കളിച്ചോളാം എന്ന് പറയുന്നു, അതായത് അറ്റാക്ക് ചെയ്ത് കളിച്ചോളാം എന്ന്. അങ്ങനെ അവരെ രണ്ടുപേരെയും പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് ഇവർ കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്നറിയോ? ഇവരുടെ കുട്ടിക്കാലത്ത് കളിച്ച സ്ക്വിഡ് ഗെയിം എപ്പിസോഡ് 1 തുടക്കത്തിൽ നമ്മൾ റൂളൊക്കെ പറഞ്ഞില്ലേ, അതേ ഗെയിം. അപ്പോൾ ഞാൻ വീണ്ടും റൂളൊന്നും പറയണ്ടല്ലോ, ചെറുതായിട്ട് ചുരുക്കി പറയാം. സ്ക്വിഡ് ഗെയിമിന്റെ ഹെഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒഫൻസ് പ്ലെയർ സെൻട്രലിൽ നിൽക്കുന്ന ഡിഫൻസ് പ്ലെയറിന്റെ പിടിയിൽ പെടാതെ ടൈലൻഡിലെത്തണം, അതും ഒറ്റക്കാലിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇരു കാലുകളും ഉപയോഗിക്കാം. അവിടെ നിന്ന് തിരിച്ച് ഹെഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് എത്തണം, അതും ഡിഫൻസിന്റെ പിടിയിൽ പെടാതെ തന്നെ. ഇത്ര മാത്രമേ ഉള്ളൂ റൂള്. അപ്പൊ നമ്മുടെ ബോസ് VIPസിനോടൊക്കെ പറയുകയാണ്, ഈ ഗെയിമിൽ യാതൊരു റെഗുലേഷനും ഇല്ല, ഏത് രീതിയിലുള്ള വയലൻസും ഉപയോഗിക്കാം, കൊല്ലുക വരെ ചെയ്യാം. അത് കേട്ടപ്പോ VIPs പറയും, അത് കൊള്ളാം, അതേതായാലും രസം പിടിക്കും. അങ്ങനെ അവർ ഇവരിൽ ഒരാൾ ചാവുന്നത് കാണാൻ നോക്കി രസിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗെയിം ആരംഭിക്കുകയാണ്. നമ്മുടെ സേതുവിന്റെ മുഖത്താകട്ടെ തന്റെ ജീവൻ രക്ഷിക്കണമെന്ന ഒരു ഭയം പോലുമില്ല. തന്റെ ജീവന് ഒരു വിലയും അയാൾ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത്, ചന്തുവിനെ തോൽപ്പിക്കുക, ചന്തു ചെയ്ത ക്രൂരതയ്ക്ക് അവനോട് പകരം വീട്ടുക. ഗെയിം ആരംഭിക്കുകയാണ്. സേതു ഒറ്റക്കാലിൽ തുള്ളി തുള്ളി അടുത്ത കളത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സേതു ചന്തുവിനോട് ചോദിക്കും, നമ്മൾ കുട്ടിക്കാലത്ത് ഇത് കളിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോ ചന്തു പറയും, ആവശ്യമില്ലാത്തത് സംസാരിക്കാതെ വേഗം കളിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ചന്തു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേതുവിനെ കുത്താനായി വരുന്നു. സേതു ആവട്ടെ കയ്യിൽ നേരത്തെ എടുത്തു വെച്ചിരുന്ന മണ്ണെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിയുന്നു. കണ്ണിൽ പൊടിപോയതോടെ അവനൊന്നും കാണാതായി. സേതു നൈസായിട്ട് അതുവഴി നടന്നു തന്നെ അടുത്ത ഷേപ്പിലേക്ക് പോകുന്നു. ആദ്യത്തെ കളത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേതുവിന് 2 കാലും ഉപയോഗിക്കാം എന്നുള്ളതാണ് റൂള്. അതുകൊണ്ട് തന്നെ അവൻ കൂളായിട്ട് നടക്കുകയാണ്. ചന്തുവിന്റെ കണ്ണിൽ പൊടി വീണതുകൊണ്ട് അവന് കണ്ണ് ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. സേതു ഇപ്പോൾ ടൈലൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ചന്തുവിനെ മറികടന്ന് വീണ്ടും ഹെഡ് പൊസിഷനിലേക്ക് പോകണം. പൊടുന്നനെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെയും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കേൾക്കാമെന്ന് തോന്നുന്നു, ഒരു എന്നുള്ള ശബ്ദം. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്തു സേതുവിനോട് പറയും, നീ കാരണമാണ് ഞാൻ അവളെ കൊന്നത്. ഒരുപക്ഷെ അവളെ ഞാൻ കൊന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി നീ ഈ ഗെയിം ഉപേക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ ഈ ഗെയിമിൽ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തുമായിരുന്നു. പിന്നെ 1 രൂപ പോലും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊന്നത്. അതുകൂടി കേട്ടതോടെ സേതുവിന് ചന്തുവിനോടുള്ള ദേഷ്യം ഇരട്ടിയായി. കൊല ഗാണ്ടിലേക്ക് ഉന്നെ ഞാൻ കൊല്ലാമ വിടമാട്ടേടാന്നും പറഞ്ഞിട്ട് സേതു അവനെ ആക്രമിക്കാൻ ചാടിയിറങ്ങുന്നു. 2 പേരും കൂടിയിട്ട് കിടിലൻ ഫൈറ്റ്. 2 പേരും പരസ്പരം കത്തികൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ 2 പേരുടെയും കത്തി പരസ്പരം തട്ടിത്തെറിപ്പിക്കുന്നു. കത്തിയില്ലെങ്കിൽ എന്താ, കൈ കൊണ്ട് 2 പേരും കൂടി തല്ല്. ചന്തുവിന് സേതുവിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നു. എന്നാലും അവൻ താഴെ വീണിരിക്കുന്ന കത്തിയെടുത്ത് സേതുവിന്റെ കാലിലും വയറ്റിലും കുത്തി കീറുന്നു. സേതു വേദന കൊണ്ട് പുളയുകയാണ്. അവൻ നിലത്ത് വീണ് കിടക്കുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ചന്തു അവനോട് ചോദിക്കും, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യത്തെ ഗെയിം കളിച്ചത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ മരിച്ചു, ഞാനും നീയും ഒഴികെ. ഇവിടെ വെച്ച് തന്നെ നീയും മരിക്കും എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ചന്തു സേതുവിന്റെ മുഖത്തേക്ക് ആഞ്ഞു കുത്താൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും സേതു ആ കത്തി കൈവച്ച് തടുക്കുന്നു. കത്തി അവന്റെ കയ്യിലേക്ക് കുത്തിയിറങ്ങുന്നു. പ്രാണരക്ഷാർത്ഥം സേതു ചന്തുവിന്റെ കാല് കടിച്ച് തുപ്പുന്നു. ജീവൻ രക്ഷിക്കാനുള്ള 2 പേരുടെ മരണ പോരാട്ടം എങ്ങനെയായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ഈ സീനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സേതു ചന്തുവിനെ അടിച്ചിടുന്നു. അവന്റെ മുഖത്ത് തന്നെ കുത്തി അവനെ നിലംപരിശാക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് വീണ് കിടക്കുന്ന സേതുവിന്റെ മേലേക്ക് കുത്തി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറോ ചാടി വീഴുന്നു. പക്ഷെ സേതുവിന് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുണ്ടല്ലോ. അതുകൊണ്ട് അവനെ കുത്തുന്നില്ല. അവന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് തന്നെ നിലത്ത് കുത്തിയിറക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അതിനുശേഷം സേതു എഴുന്നേറ്റ് ആ കളത്തിന്റെ ഹെഡ് പൊസിഷനിലേക്ക് നടന്നു പോകുന്നു. അതോടെ സെക്യൂരിറ്റി ഗണ്ണെടുത്ത് ചന്തുവിന് നേരെ ചൂണ്ടി നിൽക്കുന്നു. VIPസും ബോസും ആ സെക്യൂരിറ്റീസും ഒക്കെ സേതു ഗെയിമിൽ വിജയിച്ചതായിട്ട് കരുതുന്നു. പക്ഷെ സേതു ആവട്ടെ ആ കളത്തിനുള്ളിലേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുന്നു. എന്നിട്ട് തിരിച്ച് നടന്നു വന്ന് സെക്യൂരിറ്റിയോട് പറയും, ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഞങ്ങൾ 2 പേരും ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അത് കേട്ടതും VIPസും ബോസും എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. കാരണം ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിന് പണമാണ്. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് സേതു ഗെയിം അവസാനിപ്പിക്കാമെന്ന് പറയുന്നത്. അതും ജയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അവർക്കെല്ലാം അത്ഭുതമായി പോയി. സേതു ആവട്ടെ ചന്തുവിന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, എനിക്ക് പണമൊന്നും വേണ്ട, എനിക്ക് എന്റെ ഫ്രണ്ട് മതി എന്നും പറഞ്ഞ് ചന്തുവിന്റെ നേരെ കൈ നീട്ടുന്നു അവനെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ ചന്തു സേതുവിനോട് പറയും, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ കുട്ടിക്കാലത്ത് ഈ ഗെയിം ഒരുപാട് തവണ കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ച് സമയം പോകുന്നതിനിടയിൽ നമ്മുടെ 2 പേരുടെയും അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ അങ്ങനെ നമ്മെ വിളിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് ചന്തു ആ കത്തിയെടുത്ത് സ്വയം
അവന്റെ കഴുത്തിലേക്ക് തന്നെ കുത്തിയിറക്കുന്നു. സേതു ചന്തുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗെയിമിന് വേണ്ടിയിട്ട് പലരെയും കൊല്ലാൻ സേതു തുനിഞ്ഞെങ്കിലും അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പണവും കൊണ്ട് ഒരാളെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ താൻ മരിച്ചാലും തന്റെ ഫ്രണ്ടെങ്കിലും ഈ പണവും കൊണ്ട് പുറത്തു പോകട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ സ്വയം മരണമേറ്റുവാങ്ങിയത്. സേതു അവനെ കെട്ടിപ്പിടിച്ച് അലറിക്കരയുകയാണ്. അതിനുശേഷം നമ്മുടെ സേതുവിനെയും കൂട്ടിയിട്ട് ബോസ് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. സേതുവിന്റെ കണ്ണിൽ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. നീ നിന്റെ വിജയം ആഘോഷിച്ചോളൂ എന്ന് ബോസ് അവനോട് പറയുന്നു. പക്ഷെ സേതു ആവട്ടെ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അവനോട് ചോദിച്ചത്. നീ എപ്പോഴും ഹോഴ്സ് റേസിന് വേണ്ടി വെറ്റുവെക്കാറില്ലേ, ഇതും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ മനുഷ്യരാണെന്ന് മാത്രം. നീ അവസാനം വരെ ഓടിയെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ബോസ് അവനോട് പറയുന്നു. പക്ഷെ സേതു അതൊന്നും കേട്ടതേയില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നല്ലാതെ അവൻ മറ്റൊന്നും ചോദിച്ചതുമില്ല. അതോടെ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു പുക ആ കാറിനുള്ളിലേക്ക് അടിക്കുകയും സേതു അബോധാവസ്ഥയിലാകുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു നഗരമധ്യത്തിൽ അവനെ ഉപേക്ഷിച്ച് ആ കാറ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആരോ വന്ന് ഹീറോയുടെ കെട്ടഴിച്ചു വിടുന്നു. അവന്റെ മുന്നിലായിട്ട് ഒരു ATM കാർഡ് ഉണ്ടായിരുന്നു. സേതു അതും എടുത്തു പോയിട്ട് അതിൽ എത്ര പണമുണ്ടെന്ന് ATM-ൽ ചെക്ക് ചെയ്യുന്നു. ATM-ന്റെ പിൻകോഡ് അവന്റെ നമ്പർ തന്നെയായിരുന്നു 0456. ഗെയിം നടത്തുന്നവർ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ അതിൽ വിന്നിംഗ് എമൗണ്ട് പൂർണ്ണമായും ഉണ്ടായിരുന്നു. പക്ഷെ സേതു അതൊന്നും പുറത്തെടുത്തില്ല. വെറും 10,000 രൂപ മാത്രം അതിൽ നിന്നും എടുക്കുന്നു. ഹീറോ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചന്തുവിന്റെ അമ്മ അവനെ കാണുന്നു. ആ സ്ത്രീ പോയിട്ട് അവനോട് സംസാരിക്കുമ്പോൾ സേതുവിന്റെ മുഖം മുഴുവൻ മുറിഞ്ഞു കിടക്കുകയാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു, വീണ്ടും കുടിച്ചിട്ട് അവിടെ എവിടെയും പോയിട്ട് തല്ലുണ്ടാക്കിയല്ലേ എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ അവന് ഒരു കൂട് മീൻ എടുത്തു കൊടുക്കുന്നു. ഇത് കൊണ്ടുപോയിട്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്ക്. അവരെ കുറച്ച് ദിവസമായിട്ട് ഞാനും കണ്ടിട്ടില്ല, എനിക്കും അങ്ങോട്ടേക്ക് പോവാനും പറ്റിയില്ല. കുറച്ച് ദിവസമായിട്ട് അവർക്ക് അസുഖവും കൂടുതലായിരുന്നു, വേഗം അങ്ങോട്ടേക്ക് പോ എന്ന് പറഞ്ഞ് സേതുവിനെ പറഞ്ഞു വിടുന്നു. സേതു കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അത് നീ നിന്റെ അമ്മയ്ക്ക് തന്നെ കൊണ്ടു കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് പണം മടക്കി കൊടുത്ത് അവനെ പറഞ്ഞു വിടുന്നു. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ആ അമ്മ ചോദിക്കും, ചന്തുവിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ മോനെ? അതിനൊരു ഉത്തരവും പറയാതെ അവൻ നടന്നു നീങ്ങുന്നു. വീട്ടിലെത്തിയ സേതു അമ്മയോട് ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു വന്നിട്ടുണ്ട്, എഴുന്നേൽക്കമ്മ എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന അമ്മയെ വിളിക്കുന്നു. പക്ഷെ ആ അമ്മ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അസുഖം മൂർച്ഛിച്ച് തന്റെ മകൻ കൊണ്ടുവരുന്ന പണത്തിന് കാത്തു നിൽക്കാതെ ആ അമ്മ മരിച്ചുപോയിരുന്നു. പാവം സേതു അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് കഥ വീണ്ടും കാണിക്കുന്നത്. സേതുവിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടും തനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട അവൻ ഒരു പിച്ചക്കാരനെ പോലെയാണ് ഇപ്പോ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ സേതുവിനെ ബാങ്ക് മാനേജർ വിളിപ്പിക്കുന്നു. സാർ, താങ്കളുടെ അക്കൗണ്ടിൽ ഒരുപാട് പണമുണ്ട്, ഞങ്ങൾക്ക് ഒരു പുതിയ ഓഫർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് എന്നൊക്കെ മാനേജർ സേതുവിനോട് പറയുകയാണ്. അപ്പോൾ സേതു എന്ത് ചെയ്യുന്നറിയോ, ഒരു 10,000 രൂപ കടം തരാനുണ്ടാവുമോ എന്ന് ചോദിച്ച് അത് കടവും വാങ്ങി അവിടെ നിന്ന് പോയി വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ സേതു ആ പണത്തിൽ നിന്നും 1 രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല. ആ സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട് സേതുവിനോട് പൂക്കൾ വാങ്ങാൻ അപേക്ഷിക്കുന്നു. സേതു അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമെടുത്ത് ആ സ്ത്രീക്ക് കൊടുക്കുന്നു. പകരം ആ സ്ത്രീ 2 പൂക്കളെടുത്ത് അവന്റെ സൈഡിൽ വെച്ചിട്ട് പോകുന്നു. ഒരല്പനേരം കഴിഞ്ഞ് സേതു ആ പൂവെടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ പഴയതുപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അന്ന് സേതുവിനെ ഗെയിമിലേക്ക് ക്ഷണിച്ചതുപോലെ ഒന്ന്. പക്ഷെ ഇത്തവണ അതിൽ ഒരു നമ്പർ ആയിരുന്നില്ല, ഒരു അഡ്രസ് ആയിരുന്നു ഉള്ളത്. സേതു ഉടനെ തന്നെ ആ അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ എത്തിയ സേതു ആകെ ഞെട്ടിപ്പോയി. നമ്മുടെ ഈപ്പച്ചൻ ഇപ്പോഴും ജീവനോടെയുണ്ട്, രോഗശയ്യയിൽ കിടക്കുകയാണ് അയാൾ. നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത് എന്ന് സേതു അത്ഭുതത്തോടെ ചോദിക്കുന്നു. പക്ഷെ ഈപ്പച്ചനാവട്ടെ പാവമാറ്റമൊന്നും ഇല്ലാതെ എനിക്കൊരല്പം വെള്ളമെടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നു. സേതു അതെടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. പക്ഷെ ഈപ്പച്ചൻ അതിന് മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതിന് പകരം പുറത്തേക്ക് ചൂണ്ടിയിട്ട് താഴെ സ്ട്രീറ്റിൽ ഒരുത്തൻ കിടക്കുന്നുണ്ടായിരുന്നു, അവനെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ കുറെ നേരമായിട്ട് അവിടെ കിടക്കുകയാണ്, എനിക്ക് തോന്നുന്നത് അവൻ വെള്ളമടിച്ചിട്ടുണ്ടെന്നാണ്. അവന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വീട് പോലുമില്ല. ഇതുപോലെ തന്നെ കുറച്ചു നേരം കൂടി അവൻ അവിടെ തന്നെ ഇരുന്നാൽ അയാൾ കൊളാപ്സ് ആയി മരിച്ചു പോകും. അപ്പൊ നമ്മുടെ സേതു, നിങ്ങൾ ആരാണ്, നിങ്ങളാണോ ഈ ഗെയിമൊക്കെ നടത്തിയത്, നിങ്ങൾ എന്തിനാണ് എന്നെ മാത്രം ജീവനോടെ വിട്ടത് എന്നൊക്കെ ഈപ്പച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഉത്തരം പറയാതെ ഈപ്പച്ചൻ ഒരു ഗെയിം കൂടി കളിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിവരെ അവനെ ആരും വന്ന് രക്ഷപ്പെടുത്തിയില്ല, അവൻ അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ കളിയിൽ ജയിച്ചു, അല്ല അവനെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തിയാൽ നീ ജയിക്കും, അങ്ങനെ നീ ജയിച്ചാൽ മാത്രം നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ തരാം എന്ന് ഈപ്പച്ചൻ പറയുന്നു. സേതുവിന് ആകെ ഇറിറ്റേഷനായിട്ട് ഈപ്പച്ചന്റെ കോളർ പിടിച്ച് ഉയർത്തിയിട്ട് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടാ എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടാക്കുന്നു. എന്നെ കൊന്നുകഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടുകയില്ല എന്ന് വളരെ കൂളായി ഈപ്പച്ചൻ പറയുന്നു. അതോടെ സേതു അയാളുടെ ഷർട്ടിൽ നിന്നും പിടിവിട്ട് സ്ട്രീറ്റിലുള്ള ആ മനുഷ്യനെ തന്നെ നോക്കി നിൽക്കുകയാണ്, ആരെങ്കിലും അയാളെ രക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. എന്നിട്ട് ഹീറോ ഈപ്പച്ചനോട് പറയും, ഒരുപക്ഷെ ഞാൻ ഈ ഗെയിമിൽ ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലും. അപ്പോ ഈപ്പച്ചൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിലോ? അപ്പോ സേതു പറയും, എന്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് എടുക്കാം, ഓൾറെഡി എനിക്കുള്ളതെല്ലാം നിങ്ങൾ എടുത്തു കഴിഞ്ഞല്ലോ, ഇനി എന്തെടുക്കാൻ എന്നും പറഞ്ഞ് സേതു വീണ്ടും ആ സ്ട്രീറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് വീണ്ടും ഈപ്പച്ചനോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈപ്പച്ചൻ പറയും, ഞാൻ എന്റെ പേര് പറഞ്ഞതും എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞതും എല്ലാം സത്യമാണ്, അല്പ ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കുകയും ചെയ്യും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ലേഡി ആ കള്ളുകുടി
കുടിയന്റെ അടുത്തേക്ക് വരുന്നു. പുള്ളിക്കാരി അയാളെ പോയി ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അത് കണ്ട ഈപ്പച്ചൻ സേതുവിനോട് ചോദിക്കും, ഇനിയും നീ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകത്ത് നല്ല മനുഷ്യരുണ്ടെന്ന്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നവരുണ്ടെന്ന്? സേതു അതൊന്നും നോക്കാതെ നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. നീ നിനക്ക് ലഭിച്ച പണമൊന്നും ഉപയോഗിക്കുന്നില്ല എന്നറിഞ്ഞല്ലോ, എന്തുപറ്റി? അത് നിന്റെ കുറ്റബോധം കൊണ്ടാണോ എന്ന് ഈപ്പച്ചൻ തിരിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പേരെ കൊന്നിട്ടും നിങ്ങൾക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ലേ എന്ന് സേതു ഈപ്പച്ചനോട് ചോദിക്കുന്നു. അപ്പോൾ ഈപ്പച്ചൻ പറയും, ആ പണം നിന്റെ ഹാർഡ് വർക്ക് കൊണ്ടും നിന്റെ ഭാഗ്യം കൊണ്ടും നിനക്ക് ലഭിച്ചതാണ്. അത് ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. മറുവശത്ത് ആ സ്ട്രീറ്റിലാവട്ടെ ആ കുടിയനെ ഒരാൾ പോലും നോക്കുന്ന പോലുമില്ല. ഈപ്പച്ചൻ പറഞ്ഞ 12 മണിയാകാൻ വെറും 5 മിനിറ്റ് മാത്രമാണുള്ളത്. അപ്പോഴും സേതു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഈപ്പച്ചനോട് ചോദിച്ചത്. നീ എപ്പോഴെങ്കിലും ജീവിക്കാൻ 1 രൂപ പോലും കയ്യിലില്ലാത്തവനെ പറ്റിയും ജീവിക്കാൻ അളവിൽ ആവശ്യത്തിലും അധികം പണമുള്ളവനെ പറ്റിയും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണമില്ലാത്തവന് ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല, ഒരു ആഘോഷങ്ങളും ഉണ്ടാവില്ല. എന്നാൽ പണമുള്ളവനാവട്ടെ ദിവസവും ആഘോഷിച്ച് എൻജോയ് ചെയ്ത് അവസാനം എല്ലാം വെറുത്തു തുടങ്ങും. എന്റെ നിരവധി ക്ലയൻസിനോടും ഞാൻ സംസാരിച്ചു നോക്കി. അവരെല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ്. അവർക്കെല്ലാം ജീവിതത്തിൽ പുതിയതായിട്ടൊന്നും ഒരു എക്സൈറ്റ്മെന്റും തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സംസാരിച്ച് ഒരു തമാശയ്ക്ക് വേണ്ടി ജസ്റ്റ് ഫോർ ഫൺ ഇങ്ങനെ ഒരു ഗെയിം നടത്താമെന്ന് തീരുമാനിച്ചത്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കൺമുന്നിൽ മറ്റുള്ളവർ മരിക്കുന്നത് കണ്ട് ഒരുതരം സന്തോഷം തോന്നി എന്ന് ഈപ്പച്ചൻ പറഞ്ഞപ്പോ, എന്താ ഞങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങൾക്ക് വെറും ഫണ്ണാണോ എന്ന് സേതു ചോദിക്കുന്നു. പക്ഷെ ഈപ്പച്ചനാവട്ടെ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ, ഞാനാണോ നിങ്ങളെ വീണ്ടും ആ ഗെയിമിലേക്ക് വിളിച്ചത്? നിങ്ങളായിട്ട് തന്നെ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അതോടെ സേതുവിന് ഒന്നും പറയാൻ പറ്റാതെയായി. 12 മണിയാവാൻ വെറും 2 മിനിറ്റ് മാത്രമാണുള്ളത്. ആ കുടിയനെ ആരും വന്ന് നോക്കുന്നത് പോലുമില്ല. അപ്പോ സേതു ഈപ്പച്ചനോട് ചോദിക്കും, നിങ്ങൾ ഗെയിം നടത്തി ശരി, പക്ഷെ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് മത്സരിച്ചത്? അപ്പോൾ ഈപ്പച്ചൻ പറയും, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഗെയിമുകൾ കളിക്കുമായിരുന്നു. എന്റെ കൂട്ടുകാരോടൊപ്പം എന്നും കളിച്ച് നടക്കുമായിരുന്നു. അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാലങ്ങളായിരുന്നു. പക്ഷെ വയസ്സായതോടെ എനിക്ക് അതിനൊന്നും പറ്റാതെയായി. അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് വീണ്ടും ചെറുപ്പകാലം ഓർക്കുന്നതിന് വേണ്ടി അങ്ങനെ കളിച്ചു നോക്കാമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം കളിച്ചത്. പുറത്തുനിന്ന് കാണുന്നതിലും ആ കളിക്കുന്നതിലായിരുന്നു കൂടുതൽ ത്രില്ല് എന്ന് ഈപ്പച്ചൻ പറയുന്നു. അതുമാത്രമല്ല, എനിക്ക് നിന്റെ കൂടെ കളിച്ചപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച എന്റെ സന്തോഷം എനിക്ക് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ആ ഗെയിമിൽ ജയിപ്പിച്ചത് എന്നും ഈപ്പച്ചൻ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മുടെ ആ കുടിയനെ ചെക്ക് ചെയ്തിട്ട് പോയ ഒരു പെൺകുട്ടി, അവള് പോലീസുകാരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് അയാളെ രക്ഷിക്കുന്നു. അത് കണ്ട് നമ്മുടെ സേതുവിന് ഭയങ്കര സന്തോഷമായി. ഇതേതോ നോക്ക്, ഇവിടെ ഇപ്പോഴും മനുഷ്യത്വമുണ്ട്, നിങ്ങളത് കാണ് എന്ന് പറഞ്ഞിട്ട് ഈപ്പച്ചനെ നോക്കുന്നു. അപ്പോഴേക്കും ഈപ്പച്ചൻ മരണപ്പെട്ടിരുന്നു. അപ്പോഴേക്കും 12 മണിയുമായി. ഈപ്പച്ചനോട് സേതുവിന് ഭയങ്കര ദേഷ്യമുണ്ടെങ്കിലും അയാളുടെ മരണത്തിൽ സേതുവിന് വളരെയധികം വിഷമമായി. കുറച്ചുനേരം അവിടെ അയാളെ തന്നെ നോക്കി നിന്നിട്ട് സേതു അവിടെ നിന്നും പോകുന്നു. സേതു പോയ ഉടനെ തന്നെ നമ്മുടെ ബോസ് അങ്ങോട്ടേക്ക് വന്ന് ഈപ്പച്ചന്റെ കണ്ണുകൾ മൂടുന്നു. ശേഷം ബോസ് ഒരു പഴയ കാര്യം ഓർക്കുന്നു. അന്ന് VIPs ഒക്കെ വന്നപ്പോ ഈപ്പച്ചനും അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ പുറത്തു നിന്ന് കാണുന്നതിൽ എന്ത് ത്രില്ല്, അകത്ത് കയറി കളിച്ചാലല്ലേ അതിനൊരു രസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈപ്പച്ചൻ സ്വയം തന്നെയാണ് ഗെയിമിലേക്ക് പോയത്. അതുകൊണ്ടാണ് അന്ന് VIPs ഒക്കെ വന്നപ്പോ ബോസിനോട് തന്നെ അവരെ വെൽക്കം ചെയ്യാൻ പറഞ്ഞത്. അതുമാത്രമല്ല, അന്നത്തെ ആ ഗോലിക്കളിയില്ലേ, അന്ന് ഈപ്പച്ചൻ ആ സ്ട്രീറ്റും വീടും ഒക്കെ അറേഞ്ച് ചെയ്തത് ഈപ്പച്ചന്റെ ഭാവനയിലുള്ള കുട്ടിക്കാലത്തെ അയാളുടെ സ്ഥലം വെച്ച് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബോസ് അവിടെ നോക്കി നിൽക്കുന്നതോടെ ആ സീൻ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സേതുവിനെ കാണിക്കുന്നു. അവനിപ്പോ ഒരു ബ്യൂട്ടി പാർലറിലാണുള്ളത്. തന്റെ ആ പിച്ചക്കാരൻ രൂപമൊക്കെ അവൻ മാറ്റുകയാണ്. തലമുടിയൊക്കെ കളർ ചെയ്ത് ഒരു പുതിയ സേതുവായി അവൻ പുറത്തേക്ക് വരുന്നു. ഇപ്പോഴും ഈ ലോകത്ത് മനുഷ്യത്വമുണ്ടെന്നുള്ള ഒരു ചെറിയ സന്തോഷം അവനിലുണ്ടായിരുന്നു. ശേഷം അവൻ നേരെ പോയത് നമ്മുടെ ഭാനുവിന്റെ അനിയന്റെ അടുത്തേക്കാണ്. നിന്നെ കാണാൻ നിന്റെ ചേച്ചിയെ പോലെ തന്നെ ഉണ്ട് എന്ന് സേതു ആ കുട്ടിയോട് പറയുന്നു. നിങ്ങൾക്ക് എന്റെ ചേച്ചിയെ അറിയാമോ? ഞാനും നിന്റെ ചേച്ചിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് സേതു അവനോട് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കും, എന്റെ ചേച്ചി ഇപ്പോൾ എവിടെയാണ്? പക്ഷെ അതിന് ഒരു ഉത്തരം പറയാൻ സേതുവിന് സാധിച്ചില്ല. അവൻ ആ കുട്ടിയെയും കൂട്ടി നമ്മുടെ ചന്തുവിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം അവനെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാനൊരു യാത്ര പോവുകയാണെന്നും ഇവനെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് ഒരു വലിയ പെട്ടി ആ അമ്മയ്ക്ക് കൈമാറുന്നു. ആ അമ്മയും ശരി ഞാൻ നോക്കിക്കോളാം, നീ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് സേതുവിനെ പറഞ്ഞയക്കുന്നു. സേതു പോയ ഉടനെ ആ അമ്മ ആ പെട്ടി തുറന്നു നോക്കുന്നു. അതിൽ നിറയെ പണം, കൂടെ ഒരു ലെറ്ററും. ഈ പണം ചന്തുവിന്റേതാണ്. ഉടനെ തന്നെ ആ അമ്മ സേതുവിനെ അവിടെയെല്ലാം തിരഞ്ഞു നോക്കി. അപ്പോഴേക്കും സേതു അവിടെ നിന്നും പോയിരുന്നു. ഇപ്പൊ നമ്മുടെ സേതു ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ മകളെ കാണാൻ പോവുകയാണ്. ഒരു മെട്രോ സ്റ്റേഷനിലൂടെ പോവുകയാണ് ഇപ്പോ നമ്മുടെ സേതു. ആ സമയത്ത് നമ്മുടെ ആദ്യത്തെ യാത്രക്കാരനില്ലേ, നമ്മുടെ സേതുവിന്റെ മോന്തക്ക് ചളാം പടാ എന്ന് പറഞ്ഞിട്ട് അടിച്ചെടുത്തൻ നമ്മുടെ ട്രെയിൻ ടു ബൂസാനിലെ നായകൻ, ആ പുള്ളിക്കാരൻ സേതുവിനോടൊപ്പം കളിച്ച അതേ ഗെയിം മറ്റൊരുത്തനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു അയാളെ കാണുന്നത് പോലെ തന്നെ അയാൾ സേതുവിനെയും കാണുന്നു. സേതു പെട്ടെന്ന് തന്നെ ഓടി പിടിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ സേതു അവിടെ എത്തിച്ചേരുമ്പോഴേക്കും അയാൾ അവിടെ നിന്നും ട്രെയിൻ കയറി പോയിരുന്നു. ഉടനെ തന്നെ സേതു ഗെയിം കളിച്ച മറ്റൊരുത്തനില്ലേ, അവനെ പിടിച്ച് ആ കാർഡ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങുന്നു. എന്നിട്ട് ഈ ഗെയിം നീ കളിക്കരുത്, കളിച്ചാൽ ചത്തുപോകുമെന്നും പറഞ്ഞിട്ട് അവനെ വാൺ ചെയ്യുന്നു. അതിനുശേഷം US-ലുള്ള തന്റെ മകളെ കാണുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് അയാൾ. സേതു എയർപോർട്ടിൽ ചെന്നിട്ട് ആ വിസിറ്റിംഗ് കാർഡ് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് അയാൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ
തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയുക എന്ന് ഫോണിലൂടെ പറയുന്നു. ഉടനെ തന്നെ സേതു തന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയുന്നു. ഉടനെ തന്നെ മറുതലക്കിൽ നിന്നും ഇത് പ്ലെയർ നമ്പർ 456 അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാനൊരു പന്തയ കുതിരയൊന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് സേതു അവരോട് പറയുന്നു. നിങ്ങളുടെ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ആ ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ പോവുക, അതാണ് നിങ്ങൾക്ക് നല്ലത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത് എന്ന് സേതുവിനെ അവർ വാൺ ചെയ്യുന്നു. അത് കേട്ട ഉടനെ സേതു ഫോൺ കട്ട് ചെയ്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാതെ വന്ന വഴിയെ തിരിച്ചു നടക്കുന്നു, അവരുമായി ഏറ്റുമുട്ടാൻ ഉറച്ച മനസ്സുമായി. ആ ഒരു സീനോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു സീസണു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ സീസണും ഞാൻ നിങ്ങൾക്ക് കഥയായി പറഞ്ഞു തരുന്നതാണ്.